ഫ്രണ്ട്സ്, എനിക്കുണ്ട് വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. ഞാനിത് ഇവിടെ സുഖമായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ മുംബൈയിലെത്തി നമ്മുടെ ബാഗും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നല്ലോ. ഇന്നലെ മൊത്തം അതിൻ്റെ പുറകെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നലെ സംഭവബഹുലമായ കാര്യങ്ങൾക്കൊക്കെ ശേഷം ഇന്നലെ ഇതൊക്കെ കിട്ടി, ലഗേജൊക്കെ കിട്ടി. പിന്നെ ഇന്ന് നമ്മൾ ഇവിടെ വന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോകും കേട്ടോ. അങ്ങനെ ഇന്ന് രാവിലെ എഴുന്നേറ്റു ഈ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇറങ്ങണതിന് വേണ്ടി. അതെന്താണെന്ന് ഞാൻ പോകുന്ന വഴിക്ക് പോകാം കേട്ടോ. അപ്പം മുംബൈയിൽ എൻ്റെ ഒരു കുട്ടി ദിവസം എങ്ങനെയാണെന്ന് കാണാം. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുംബൈയിൽ വന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വീഡിയോ മുമ്പോട്ട് പോകുമ്പോൾ പറയാമെന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞു വന്നപ്പോൾ വേറെ എന്തൊക്കെയായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം ജെറ്റ് ലാഗ് നന്നായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്നലെ ലഗേജ് കിട്ടാത്തതിൻ്റെ പുറകെയായിരുന്നു മൊത്തം ദിവസം. അതിൻ്റെ ഒരു ടെൻഷനും എല്ലാം കൂടി നന്നായിട്ട് കിളികളൊക്കെ പോയിരിക്കുമായിരുന്നു. കുറച്ച് നേരം പോയി ബാൽക്കണിയിലൊക്കെ നിന്നു. പിന്നെ പെട്ടെന്ന് തന്നെ പോയി കിച്ചണിൽ കയറിയിട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് പരിപാടിയൊക്കെ തീർത്ത് ഒരു 11 മണിയാകുമ്പോഴത്തേക്കും ഒരു സ്ഥലത്തെത്തണം. അവിടെയാണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാനുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അജേഷൻ്റെ അനിയൻ്റെ കൂടെ ആട്ടോ. അനുവും വേണിയും ഒക്കെ മുമ്പിൽ സെറ്റിൽഡാണ്. അവരിവിടെ തന്നെയാണ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അത് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് റെഡി ആവണം, എന്നിട്ട് വേണ്ടിട്ട് ഇറങ്ങാനായിട്ട്. സമയം ഒരുപാടില്ല, കാരണം ടോയ്ലറ്റ് ഒന്നേ ഉള്ളൂ. എല്ലാവരും കുളിച്ചൊക്കെ കാര്യങ്ങൾ റെഡിയാക്കണമല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജെറ്റ് ലാഗ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തേക്കുന്ന അവീനെയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അവനെ എഴുന്നേപ്പിച്ച് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ച. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായിട്ടുണ്ട്. നമ്മൾ പോകുന്ന ലോക്കൽ ട്രെയിനിലാട്ടോ. ഇവിടുത്തെ ഏറ്റവും, അതായത് 2-2.5 വർഷം മുമ്പിൽ ജീവിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാം, ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് മുംബൈ ലോക്കൽ ട്രെയിനാണ്. കാരണം ഇവിടെ റോഡ് ട്രാൻസ്പോർട്ട് അത്ര സുഖമുള്ള ഒരു ഏർപ്പാടല്ല കേട്ടോ. കാരണം ഏകദേശം ഒരു 30 മിനിറ്റ് ട്രാവൽ ചെയ്യേണ്ട സമയത്തേക്കൊക്കെ ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കും നമുക്ക് റോഡ് ട്രാവൽ ചെയ്യണമെങ്കിൽ. അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറി. ഇപ്പോൾ ഏകദേശം സമയം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അത് പീക്ക് അവറൊന്നും അല്ല കേട്ടോ ഇപ്പോൾ എന്ന് പറയുന്നത്. എന്നാലും ട്രെയിനിൽ നല്ല തിരക്കുണ്ട്. അതാണ് മുംബൈ ലോക്കൽ ട്രെയിന്. മുംബൈയുടെ ജീവനാഡി എന്നൊക്കെ പറയണത് ഈ ലോക്കൽ ട്രെയിൻ തന്നെയാണ് കേട്ടോ. ഇതായിരുന്നു ഫസ്റ്റ് ട്രെയിൻ നമുക്ക് പോകാൻ വേണ്ടി വന്നത്. പക്ഷെ നല്ല തിരക്കുള്ളതുകൊണ്ട് നമ്മൾ കയറിയില്ല. അത് കഴിഞ്ഞ് വന്ന ട്രെയിനായിരുന്നു കേട്ടോ കയറുക. ഇപ്പം നിങ്ങൾ കണ്ടാൽ തോന്നും ഇതിന് തിരക്ക് കുറവാണോ എന്നുള്ളത്. മുംബൈയിലെ ബാക്കിയുള്ള ലോക്കൽ ട്രെയിനിലേക്ക് അപേക്ഷിച്ച് ഇത് കുറച്ച് കുറവാണ്. പിന്നെ സെൻട്രൽ ലൈൻ ആട്ടോ ഏറ്റവും കൂടുതൽ തിരക്കുള്ള മുംബൈയിലെ ലോക്കൽ ട്രെയിൻ. ആ ഒരു ഏരിയയിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നതും പണ്ടൊക്കെ. ഈ ഒരു ട്രാവലിൽ കഴിഞ്ഞ ഒരു 5 വർഷം പുറകോട്ട് പോയി എന്ന് തന്നെ പറയാം കേട്ടോ. പണ്ട് ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നതും വന്നതും ഒക്കെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഫ്ലാഷ് പോലെ എൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ. ഓരോ സ്ഥലങ്ങൾ എത്തുമ്പോഴൊക്കെ അവയായിരുന്നു ഈ ട്രെയിൻ ജേർണി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. അവനിങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ലോക്കൽ ട്രെയിനിൽ ആദ്യമായിട്ടായിട്ടോ പോകുന്നത്. ഇവിടുത്തെ ആണെങ്കിലും മൊത്തം ക്ലോസ്ഡ് ആയിട്ടുള്ള ട്രെയിനൊക്കെ കാര്യങ്ങളാണല്ലോ. അങ്ങനെ നമ്മൾ അമ്പർനാഥ് എത്തിയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. 11 മണിയാകുമ്പോൾ നമുക്ക് അവിടെ എത്താൻ പറ്റുമോ എന്നുള്ള നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നനഞ്ഞിട്ടൊക്കെ ആണെങ്കിലും നമ്മൾ ഓട്ടോയൊക്കെ പിടിച്ച് പെട്ടെന്ന് അവിടെ എത്തിയിട്ടോ. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് രജിസ്ട്രേഷൻ ഓഫീസിലാട്ടോ, അമ്പർനാഥിലുള്ള. നമുക്കിവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, അത് വിൽക്കാനാട്ടോ നമ്മൾ ഇങ്ങനെ ചടപടയെന്ന് വന്നത്. കാരണം നമുക്കൊരു ബയ്യറെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഇപ്പോൾ അവയ്ക്ക് വെക്കേഷനും ആണല്ലോ, സ്കൂൾ തുറന്നാൽ വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിന് പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ഫ്ലാറ്റ് വാങ്ങിച്ച ആളായിരുന്നു കേട്ടോ. നമുക്കിവിടെ വന്ന് ഒപ്പിടുക എന്നുള്ള ചെറിയ കുറച്ച് ഫോർമാലിറ്റീസും പിന്നെ നമ്മുടെ ആധാർ കാർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഫുൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പുള്ളിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റിൻ്റെ ഏരിയയിലേക്കായിരുന്നു കേട്ടോ. അത് നമ്മളിപ്പം വിൽക്കുന്ന ഫ്ലാറ്റല്ല, അതിന് മുമ്പ് താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മളിവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പം ഈ ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, കീ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിന് മുമ്പ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഏരിയയിലേക്കായിരുന്നു കേട്ടോ പോയിക്കൊണ്ടിരുന്നത്. ഫ്ലാറ്റ് നമ്മുടെ ആയിരുന്നെങ്കിലും നമ്മൾ ഇതുവരെ ഒരു ദിവസം പോലും ഞാനും അജയ് ചേട്ടനോ അവിയോ അതിൽ താമസിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മൂവ് ചെയ്തതിന് ശേഷം കേട്ടോ ഫ്ലാറ്റ് കിട്ടിയതും കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മൾ ഈ താമസിച്ചുകൊണ്ടിരുന്ന ഈ ഫ്ലാറ്റും ഇവിടുത്തെ വിറ്റിട്ടുണ്ട് ഓൾറെഡി. അപ്പം നമ്മൾ ഇവിടെ എത്തി, ഇവിടുത്തെ നൈബേഴ്സിനെയും കാര്യങ്ങളൊക്കെ കണ്ടു. 5 വർഷത്തിന് ശേഷം കാണുന്നതായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു ആൻറ്റി പെട്ടെന്ന് നമുക്ക് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു. അതൊക്കെ കഴിച്ച് എല്ലാവരോടും ഇനി വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് വീട്ടിലേക്കായിരുന്നു. അവി അന്നേരത്തേക്ക് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇനി കാണാം. ബൈ.